പാതയോരത്തൊരു പാട്ടുകാരൻ, ഇരുളിൻ തടവിലെ പാട്ടുകാരൻ. പാതയോരത്തൊരു പാട്ടുകാരൻ ഞാൻ, ഇരുളിൻ തടവിലെ പാട്ടുകാരൻ. മനസ്സൊരു കണ്ണാടി, എൻ്റെ മനസ്സൊരു കണ്ണാടി വരച്ചിട്ടു ഞാൻ കാണുന്നു ഞാൻ പ്രകൃതിയെ, അമ്മയെ, ഗുരുനാഥരെ. ഞാനറിയും നിൻ സോദരരെ, ഞാനറിയും നിൻ സോദരരെ. പാതയോരത്തൊരു പാട്ടുകാരൻ ഞാൻ, ഇരുളിൻ തടവിലെ പാട്ടുകാരൻ. ഹാർമോണിയം പറ്റിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഹാർമോണിയം വളരെ ഇഷ്ടമായിരുന്നു. പണ്ട് നാടകങ്ങളിലൊക്കെ ഈ നാടക കഷ്ടം ഇട്ട് കഴിഞ്ഞാൽ ഈ പിന്നണിക്കാരെ ഈ ഹാർമോണിയം തബലത്തിലൊക്കെ ശ്രുതി എടുത്ത് അവർ പോലെ പാട്ടുകളൊക്കെ അവതരണമൊക്കെ പാടുമ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹം, ഇത് പഠിക്കണമെന്നൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനൊരു ഗുരുവിനെ കണ്ടെത്തി, ഭരതരാജ് ഭാഗവതർ, സർവകലാവല്ലനാണ് അദ്ദേഹം. പിന്നെ വേങ്ങ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു പ്രദേശമുണ്ട്. വേങ്ങ ഇട്ടിക്കണിയാന്റെ മകനാണ് വൈദ്യര ഈ ഭാഗവതർ. പുള്ളി എല്ലാ കലയായിട്ടും വളരെ ബന്ധമുള്ള ഒരാളാണ്. അന്ന് പറഞ്ഞാൽ യേശുദാസിന്റെ അച്ഛനുമായിട്ടും തിരുച്ചി സുകുമാരനാരുമായിട്ടും എം ജി സുമാറിന്റെ അച്ഛനുമായിട്ടൊക്കെ ഒരേ വേദികൾ പങ്കിട്ട ആളാണ് ഭരതരാജ ഭാഗവതർ. അപ്പൊ അദ്ദേഹമാണ് എന്നെ ഈ സംഗീതം, ഈ ഹാർമോണിയം പഠിപ്പിക്കുന്നത്. നമ്മുടെ ടൗണുകളിൽ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അവിടെ അന്ന് ഇതൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, കെട്ടറൊന്നും ഇല്ല, അവിടെ തറ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ സ്റ്റേഡിയത്തിന്റെ അവിടെയാണ് ആശാൻ എന്നെ ആദ്യം ഇത് ചൊല്ലി പഠിപ്പിക്കുന്നത്. അന്ന് ഹാർമോണിയം ഒന്നും ഇല്ല. ഹാർമോണിയം ഇല്ലാതെ വോക്കൽ എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് പഠിക്കാൻ പറ്റും. അങ്ങനെ ശരിക്കും എല്ലാം ഒരു 3-4 ക്ലാസ് അങ്ങനെ പോയി. അങ്ങനെ ഒരു പിന്നെ നമ്മുടെ വട്ടപ്പള്ളി ഒരു വീട്ടിൽ കൊണ്ടുപോയി ഹാർമോണിയത്തിൽ തുടക്കം കൊടുപ്പിച്ചു. അവിടുത്തെ പിള്ളേരെ കണ്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഹാർമോണിയത്തിലാണ് ഞാൻ തുടക്കം. പിന്നെ അതിനുശേഷം എനിക്ക് വീട്ടിൽ നിന്നാണ് മാതാവ് ഒരു അങ്ങനെ 375 രൂപ കൊടുത്ത് ഒരു പെട്ടി വാങ്ങിക്കുന്നു. 500 രൂപ, അത് 375 രൂപയായിരുന്നു. അതൊരു 40 വർഷം ഞാൻ ആരമലയില്ല താമസിക്കുന്നത്, ഇവിടെ അല്ല. അപ്പൊ അങ്ങനെ പിന്നെ വീട്ടില് ഈ പുള്ളി വന്ന് പഠിപ്പിക്കുന്നതിന് അവർ വീട്ടുകാർക്ക് വിരോധമില്ലായിരുന്നു. അന്നൊന്നും അങ്ങനെ വീട്ടിൽ വന്നൊന്നും ഭാര്യമാരെ പഠിപ്പിക്കാനൊന്നും ഈ മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള അനുവാദമൊന്നും. പിന്നെ അതിന് ലംഘിച്ചുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അവർ അതിനോട് താല്പര്യപ്പെട്ട് മാതാവിനും പിതാവിനും ഇത് താല്പര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഹാർമോണിയം 2-3 വർഷം പുള്ളി നിരന്തരം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ച് പഠിച്ചു. പിന്നെ അവരെ ചെറുതായിട്ട് എന്ന നെടുമ്പറം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആശാൻ ഒരു വൃക്ഷി 1-ാം തീയതി അരങ്ങത്ത് വിളിച്ചു. അന്നൊരു ഭജന സംഘത്തിനോട് വായിക്കാനായിരുന്നു എനിക്ക് അതിൻ്റെ ആദ്യത്തെ പുള്ളിയുടെ ഓർഡർ. അങ്ങനെ പുള്ളി എന്നെ കൊണ്ട് പോയി നെടുമ്പറം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച ഒരു വൃക്ഷി 1-ാം തീയതിയാണ് അരങ്ങേറുന്നത്. ഹാർമോണിയത്തിലൂടെ ചേട്ടൻ സംഗീത ലോകത്തേക്ക് വന്നു. സംഗീത ലോകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംഗീത ലോകത്തിന് എന്തൊക്കെ നൽകി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേട്ടന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? സംഗീത ലോകത്തിന് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ആദ്യം ഞാൻ കൈവെക്കുന്നത് കഥാപ്രസംഗത്തിൽ. കഥാപ്രസംഗം എഴുതുക. ഞാൻ പറയുകയല്ലായിരുന്നു, എഴുതുക. എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണൻകുട്ടി എന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ കഥ പറയിച്ചാണ് ഞങ്ങൾ അരങ്ങേറ്റം കുറിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പാട്ട് പാടുകയും കൃഷ്ണൻകുട്ടി കഥ പറയുകയും ചെയ്യും. അങ്ങനെ ആദ്യമൊക്കെ ഒരു വേറെ ഹാർമോണിസ്റ്റിനെ വെച്ചിരുന്നു തുടക്കമായിട്ട്. പിന്നെ ഞാൻ തന്നെ ഹാർമോണിസ്റ്റായി കഥാപ്രസംഗത്തിന്. അങ്ങനെ കഥാപ്രസംഗത്തിലോട്ട് ഈ ഹാർമോണിയത്തിന്റെ പാട്ടുകൾ വായിച്ചു. അതിന് പലർക്കും അങ്ങനെ 5-10 പേർക്ക് കഥ എഴുതി അവരോട് ഹാർമോണിസ്റ്റായിട്ട് വായിച്ചു. അങ്ങനെയാണ് തുടക്കം. അപ്പൊ കഥാപ്രസംഗം എഴുതുമായിരുന്നു. അതിന് പാട്ടും എഴുതുമായിരുന്നു, പാട്ടിന് ട്യൂൺ ചെയ്യുമായിരുന്നു. ആദ്യം കഥകളെന്ന് ചോദിച്ചാല് ഈ കഥാപ്രസംഗം എഴുതാൻ കാരണം ഈ കൃഷ്ണൻകുട്ടി കുറച്ച് സ്കൂളിലൊക്കെ ചെറിയ കഥകൾ പറഞ്ഞ പുള്ളിയാണ്. അപ്പൊ ഞങ്ങളുടെ വി.ഡി. രായപ്പൻ പറഞ്ഞ ഒരു വലിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഹാസ്യ സാമ്രാട്ടാണ് അദ്ദേഹം. വട്ടപ്പള്ളിയിൽ ഒരു ക്ഷേത്രത്തില് ഈ കഥ പറയാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കേൾക്കാൻ പോയി.
കേൾക്കാൻ പോയി അത് വലിയ ആസ്വദിച്ച് ഞാനും കൃഷ്ണൻകുട്ടിയൊക്കെ വളരെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ 3 പേരാണ്, ഒരു കൂട്ടുകാരുണ്ടായിരുന്നു രാധാകൃഷ്ണൻ. ഞങ്ങൾ വളരെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെയ്യുന്ന സുന്ദരി എന്ന കഥയാണ് അദ്ദേഹം പറഞ്ഞത്, ഈ കോഴിയുടെ കഥ. അപ്പോഴത്തേക്ക് എന്നോട് കൃഷ്ണൻകുട്ടി ചോദിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് കഥ പറയാനൊക്കെ ഇഷ്ടമുണ്ട്, ഒരു കഥ എഴുതിയില്ലെങ്കിൽ ഞാൻ പറയാം, ഇതുപോലെ തന്നെ വീഡിയോലാപം പറയുന്ന പോലെയൊക്കെ പറയാം. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഞാനപ്പോൾ കുറച്ചൊക്കെ എഴുത്തുമായിരുന്നു, ചെറിയ ചെറിയ കവിതകൾ പോലെയും ചെറുകഥ പോലെയൊക്കെ എഴുതാം, ഞാൻ എഴുതിത്തരാം. അങ്ങനെയാണ് ഈ കഥ എഴുതി കൃഷ്ണൻകുട്ടിക്ക് കറുത്ത മണവാട്ടി എന്ന് പറഞ്ഞൊരു കഥയാണ് കൊടുക്കുന്നത്. അത് ഞങ്ങളും ഒരു കാക്കയെ പറ്റിയുള്ളായിരുന്നു അതിന്റെ ആ കഥയുടെ കഥാപാത്രം. ആരെയും മയക്കുന്ന തമ്പുരാട്ടി അഴകാർന്നവളെ കാക്കച്ചി ദാഹിച്ചു മോഹിച്ചു അവസിരുന്നു എന്ന് തുടങ്ങുന്ന ചെറിയ ഈ പാരടിയിലായിരുന്നു തുടക്കമേ. കൃഷ്ണൻകുട്ടി, സജീവ് കടവങ്കൽ, ജയശ്രീ, ദിലീപ്, ജമാലുദ്ദീൻ, ഇങ്ങനെ കുറച്ച് പേരുടെ കഥാപ്രസംഗത്തിന് വേണ്ടി വായിച്ചു. ഒടുവിൽ ഞാൻ വായിച്ചത് വർഗീസ് കുന്നത്തൂരി എന്ന് ഉള്ള ഒരു കാതി എൻ്റെ കൂടെയാണ്. അദ്ദേഹം മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹം റിട്ടയർഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഈ കലാരംഗത്ത് പണ്ടുതൊട്ടേ നാടകവും കഥാപ്രസംഗവും അതുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഥ നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ശരി, അങ്ങനെ വിശ്വഗുരു എന്നൊരു കഥയില് ഞാൻ ഹാർമോണിസ്റ്റായിട്ട് ഞാൻ തന്നെ കഥ എഴുതി അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങൾ പല സ്റ്റേജുകളിലും പറഞ്ഞു. ഉദ്ഘാടനം ഈ ആനന്ദാശ്രമത്തില്, അതിനകത്തെ ഒരു പാട്ട്. അസാമാന്യ പാഠവം ദർശിച്ചൊരാ ഗുരു നാഥനു വിസ്മയം തൻ പ്രിയ ശിഷ്യനിൽ. അസാമാന്യ പാഠവം ദർശിച്ചൊരാ ഗുരു നാഥനു വിസ്മയം തൻ പ്രിയ ശിഷ്യനിൽ. ഹൃദയസ്ഥമാക്കുന്നതത്ര വേഗം ചൊല്ലി കൊടുത്തതും വൈഭവം കൊണ്ടു പഠിച്ചതും. ഹൃദയസ്ഥമാക്കുന്നതത്ര വേഗം ചൊല്ലി കൊടുത്തതും വൈഭവം കൊണ്ടു പഠിച്ചതും. അസാമാന്യ പാഠവം ദർശിച്ചൊരാ ഗുരു നാഥനു വിസ്മയം തൻ പ്രിയ ശിഷ്യനിൽ, തൻ പ്രിയ ശിഷ്യനിൽ. ഇങ്ങനെ പല കഥാപ്രസംഗങ്ങൾക്കും ഈ പാട്ടുകളും കഥയെല്ലാം എഴുതി. അങ്ങനെ ഇപ്പോഴത്തേക്ക് കഥാപ്രസംഗത്തിന് ഒരു ഔട്ട് സംഭവിക്കുന്നു. സാമ്പൻ ശിവൻ, കൊല്ലം ബാബു, അതുപോലെ തന്നെ തെക്കുംബാബു ശിവൻ, ഇങ്ങനെ നല്ല അവരുടെ കാതികളൊക്കെ അമ്പലപ്പുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊന്നും കേൾക്കാൻ വരാറുണ്ട്. പിന്നെ അത് കുറഞ്ഞു വന്ന് കഥാപ്രസംഗത്തെ ഇന്ന് ചെറുപ്പക്കാരങ്ങ് തഴഞ്ഞു, അതുമില്ല. അപ്പൊ ഈ കഥാപ്രസംഗം പോയപ്പോഴത്തേക്ക് പിന്നെ നാടകത്തിലോട്ടായിരുന്നു ശ്രദ്ധ, നാടകം. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ജെയിൻ മെമ്മോറിയൽസ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ആർട്സ് ക്ലബ് തിരുവനന്തപുരത്ത് രൂപീകരിച്ചു. അതിലെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ. അപ്പൊ അതിൽ കൂടെ ഒരു 5-8 വർഷം ഞാൻ പ്രസിഡന്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ നാടകം എഴുതി സംവിധാനം ചെയ്തു. 10 നാടകം അടച്ചു. അപ്പൊ അതിന് ആദ്യത്തെ നാടകം ദുഃഖത്തിന്റെ തീരം എന്ന് പറയുന്ന നാടകം, രണ്ടാമത് ശീല, പിന്നെ അത് അഗ്നികുണ്ഠം, പിന്നെ സമത്വം, ഇങ്ങനെ പല നാടകങ്ങളും ചെയ്തു. അതിലൊക്കെ പാട്ടുകളൊക്കെ എഴുതി നല്ലപോലെ അപ്പൊ അന്ന് അവിടെ സന്തോഷ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. സന്തോഷ് ക്ലബ്ബ് കഴിഞ്ഞാൽ പിന്നെ നാടകങ്ങളൊക്കെ നടത്തുന്ന ക്ലബ്ബ് ആരുമല്ലേ കിട്ടാറും ഈ ഞങ്ങളുടെ ക്ലബ്ബായിരുന്നു. ജയൻ മരിച്ച അതിന്റെ വർഷം ജയൻ മെമ്മോറിയൽ തുടങ്ങിയതാണ്. ഇപ്പൊ ഇന്ന് അതില്ല. അപ്പൊ അതിനകത്തും ഈ പാട്ടിന് നല്ല പ്രാധാന്യമായിരുന്നു. നല്ല നല്ല പാട്ടുകൾ, ആ പാട്ടുകൾ ഇന്നും ആരവന മുന്നിലുള്ളവർക്കൊക്കെ ഇന്നും മൂടുന്നുണ്ട്. അതിലെ ഒരു 2 വരി പാടാം. കുറുമൊഴി മുല്ലപ്പൂവിരിയുമ്പോൾ കുയിലുകൾ ഗാനം പാടുമ്പോൾ ഓർമ്മ വരും, നിന്നെ ഓർമ്മ വരും, ഓർമ്മയിലെന്നെ മറന്നു പോകും ഞാൻ, ഓർമ്മയിലെല്ലാം മറന്നു പോകും. കുറുമൊഴി മുല്ലപ്പൂ വിരിയുമ്പോൾ. അങ്ങനെ ഈ നാടകത്തൊക്കെ പല പാട്ടുകൾ എഴുതി നാടകമൊക്കെ സംവിധാനം ചെയ്ത് ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ നാടകവും വലിയ എപ്പോഴും ഈ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ അന്ന് വലിയ ഡിമാൻഡുള്ളൂ. ഈ അമച്ചർ നാടകമൊക്കെ പിന്നെ ഇല്ലാതായി. മറ്റേ ക്ലബ്ബുകളൊക്കെ ഓരോ വർഷവും ഓണത്തിലൊക്കെ നാടകങ്ങൾ അവതരിപ്പിക്കായിരുന്നു. ആ കാലവും പതുക്കെ ഇല്ല. ഈ സോഷ്യൽ മീഡിയയുടെ വരവോടെ അതെല്ലാം പിന്നെ മാഞ്ഞു പോയി. പിന്നെ ആൽബത്തിലോട്ടാണ് ശ്രദ്ധ. ആൽബത്തിലോട്ടാണ് ശ്രദ്ധ. ആൽബം എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ആൽബത്തിന് നല്ല പ്രചാരം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്
മജീദണ്ണൻ എന്നൊരു കോട്ടയക്കാരനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതി കമ്പോസ് ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി ഞാനത് ചെറുപാനങ്ങോ മറഞ്ഞു റംസാനും വന്നണഞ്ഞു. ഷഹ്ബാനങ്ങോ മറഞ്ഞു റംസാനും വന്നണഞ്ഞു. ഷഹ്ബാനങ്ങോ മറഞ്ഞു റംസാനും വന്നണഞ്ഞു. ഓർമ്മകളെ ഓടിയെത്തി ഇക്റഉം ബദറും ലൈലത്തുൽ ഖദറും ഇക്റഉം ബദറും ലൈലത്തുൽ ഖദറും. ഷഹ്ബാനങ്ങോ മറഞ്ഞു റംസാനും വന്നണഞ്ഞു. പിടിയാക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു സന്തോഷം മാത്രമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയായി ജോയിച്ചാനാണ് ഈ ഇതിനകത്ത് ഒരു മുസാഫർ ഇങ്ങനെ പാട്ടും പാടി പോകുന്ന രംഗമാണ്. ജോയിച്ചാനാണ് ഈ പാട്ട് പാടി അവതരിപ്പിക്കുന്നത്. മജീദണ്ണൻ എഴുതി ജോയിച്ചാൻ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആദ്യ ആൽബം. അതിന് ക്യാമറ വർക്ക് ചെയ്തത് സെൽവനാരാണ്, എൻ്റെ സുഹൃത്തുകൂടിയാണ്. അദ്ദേഹം പിന്നെ എൻ്റെ വീട്ടിൽ പല വർക്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആൽബം വിജയമായിരുന്നു. ആ ആൽബത്തെ തുടർന്ന് പിന്നെ പല ആൽബങ്ങൾ എഴുതി. പിന്നെ അഴകത്ത മൈന എന്ന ഒരു ആൽബം ആണ് പിന്നെ ആദ്യമായിട്ട് എൻ്റെ സത്യത്തിൻ്റെ ഈ വിഷ്വലായിട്ട് ഈ മൊത്തം എല്ലാവരും അറിയുന്നത്. അപ്പൊ അഴകത്ത മൈനയെ പറ്റി പറയുമ്പോഴത്തേക്ക് പിന്നെ ആ ആൽബത്തിൽ 7 പാട്ടുണ്ടായിരുന്നു. ആ 7 പാട്ടും ഞാൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ സംഗീതം എൻ്റെ സുഹൃത്ത് കെ ലത്തീഫ് എന്ന് പറഞ്ഞാൽ എറണാകുളംകാരൻ. അപ്പൊ അത് നല്ല വിജയമായിരുന്നു. അതെന്ന് പറഞ്ഞാല് അതിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് അത് അഫ്സൽ ഷേദ ടീം ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു മാപ്പിള പാട്ടാണ്. നമസ്കാരം. FM 99.9 സ്വാഗതം ചെയ്യുന്നു മൈന. എല്ലാ കാമുകന്മാർക്കും കാമുകിമാർക്കുമായി ഇതാ വരുന്നു മുഹബത്തിന്റെ മുഞ്ചേറും ഒരു പ്രണയഗാനം. മുഹബത്തിൻ മുന്തിരി തേൻ പകരാനായി എന്നു വരും നീ പൊന്നേ, എന്നിലലിയാൻ കണ്ണേ. മുഹബത്തിൻ മുന്തിരി തേന്നുകരാനായി എന്നു വരും സുൽത്താനേ, എന്നെ അറിയുന്നോനേ. മണിയറ തുറക്കുന്ന നാളണയുമ്പോൾ മലർമഞ്ചമൊരുക്കുന്ന രാവണയുമ്പോൾ, മണിയറ തുറക്കുന്ന നാളണയുമ്പോൾ മലർമഞ്ചമൊരുക്കുന്ന രാവണയും. അതിനായി ഞാൻ കാത്തിരിക്കാം, അന്ന് നീ എന്നിൽ ചേർന്നിടും. മുഹബത്തിൻ മുന്തിരി തേൻ പകരാനായി എന്നു വരും നീ പൊന്നേ, എന്നിലലിയാൻ മുഹബത്തിൻ മുന്തിരി തേന്നുകരാനായി എന്നു വരും സുൽത്താനേ, എന്നെ അറിയുന്നോനേ. ഹലോ, ഹായ്, ആരാത്? നമ്മൾ ഉസ്മാനാണ്. ഉസ്മാൻ കൊണ്ടോട്ടിന്നാണ്. പറയൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞമ്മക്ക് തലവെട്ടാണ്. വാട്ട്? തലവെട്ടോ? അല്ലോ, തലവെട്ടല്ല, മുടിവെട്ട്. കൊണ്ടോട്ടിലെ പെൺകുട്ടികളെല്ലാം സുന്ദരികളാ? നിങ്ങൾ അത്ര സുന്ദരിയല്ല. എന്നെ അത്രക്ക് ഇഷ്ടായോ? നമുക്ക് പെരുത്തിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മർക്കോസ്, പല ഗായകന്മാരും പാടിയ പല പാട്ടുകളും അതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് സലീം മുല്ലശ്ശേരിയുടെ കുളിർമഴ എന്നൊരു ആൽബത്തിന് വേണ്ടിയാണ് പാട്ട്. അത് എഴുതുമല്ലായിരുന്നു, ജ്യേഷ്ഠൻ തന്നെയാണ് സലീം മുല്ലശ്ശേരി, പേരപ്പന്റെ മകനാണ്. അദ്ദേഹം എഴുതിയ പാട്ടിന് ഞാൻ സംഗീതം ചെയ്ത. അപ്പൊ അതിനകത്ത് ആദ്യത്തെ പാട്ട് ബെഞ്ചായും നേരം
നീ വിതുമ്പുന്ന നേരം വിളിപ്പാടകലേ ആരോ പാടി വിഷാദ മധുരിത ഗാനം. ഇങ്ങനെ കുറച്ച് പാട്ടുകൾ. അത് പാടിയത് ജി വേണുഗോപാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മധുബാലകൃഷ്ണൻ പാടിയ പാട്ടുണ്ട്. പിന്നെ സുജാത പാടിയ ഒരു പാട്ടുണ്ട്. സുജാത പാടിയ പാട്ടാണ് വളരെ ഹിറ്റായി. തിരകളിൽ കണ്ണീരലകളിൽ കാറ്റുമൊഴിയുവതെന്തേ? കരളിലുയരും മോഹമോ തരളിതം ശോകരാഗമോ? ഇരുളിലലിയും മൗനമേ കാറ്റും തിരയും ഞാനും ഒരുപോലെ. കായൽ തിരകളിൽ സുജാത തന്നെ ഒരിക്കൽ പറഞ്ഞു, അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാനിപ്പോ ഇഷ്ടപ്പെടുന്ന ഏറ്റവും 10 പാട്ടുകളിൽ ഒരു പാട്ടാണ് ഈ പിന്നെ കായത്തിൽ ഉള്ള പാട്ട് എന്ന് അവർ പറയുകയും അവർ വിളിച്ചു പറഞ്ഞു ഈ പാട്ട് നിങ്ങൾ വിഷ്വൽ ചെയ്യണമെന്ന് എന്ന് വരെ വിളിച്ചു പറഞ്ഞു. അത് അണ്ണന്റെ രചനയും ഞാൻ അതിനോടുത്ത സംഗീതമൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുകയും അനുമതിക്കുകയൊക്കെ ചെയ്തു. പിന്നെയും കുറച്ച് ആൽബങ്ങൾ ചെയ്തു. പിന്നെ ഇങ്ങനെ പല ആൽബങ്ങൾക്കും പാട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നൊരു ആൽബം 4ാമത് പഠിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഈ അഴവത്തമ്മയിലെ ഈ അപ്സരും ചേതയും പാടിയ പാട്ട് കേട്ടാണ് ഞാൻ അത്രയ്ക്ക് വരുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് ഒരു പാട്ട് ഒരു ആൽബം പിടിക്കണം. അങ്ങനെ ആ ആൽബത്തിലെ പാട്ട് മലബാർ മുത്ത് എന്നുള്ളൊരു ആൽബം ഇറങ്ങി. ആൽബത്തില് പ്രസിദ്ധകാരൻ പലരും പാടി. കൊടത്തൂർ സലീം എന്ന് പറഞ്ഞൊരു ഗായകൻ, കൊല്ലഷാബിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അത് കിട്ടാനില്ല. കൊടത്തൂർ സലീം പാടിയ പാട്ട് നല്ല ഹിറ്റായി. അത് ഇപ്പൊ യൂട്യൂബിലൊക്കെ അത് ആൽബത്തിലുണ്ട്. അപ്പൊ അതിനകത്ത് അഭിനയിച്ചത് MBAക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അറിയും. അത് 2 വർഷം കഴിഞ്ഞ തന്നെ അദ്ദേഹം ഒരു സിനിമയിൽ വന്നു. ഈ ശ്യാമപ്രസാദ് ഒരു സിനിമയിൽ വന്നു, ഇറുതു. വളരെ മലയാള സിനിമയിലെ നായക സ്ഥാനത്ത് ഒരു 3 നല്ല നിറഞ്ഞിരിക്കുന്ന നായകന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ആസിഫ് അലിക്ക് വേണ്ടി ഞാൻ എഴുതിയ പാട്ട് മലബാറിൻ മൊഴി കൊണ്ട് മനം കവരും മലരേ മണിമാറി മാമ്പുള്ളി ചുണങ്ങുള്ള പൊൻ അഴകേ. മലബാറിൻ മൊഴി കൊണ്ട് മനം കവരും മലരേ മണിമാറി മാമ്പുള്ളി ചുണങ്ങുള്ള പൊൻ അഴകേ.
വന്നു ഞാൻ നിന്നെയൊന്നു കാണാൻ, കാത്തു ഞാൻ നിൻമൊഴി കേൾക്കാൻ. കൂട്ടിനീ നെഞ്ചിലൊരു കൂടും, കൂട്ടിനായി പിടയുന്നു ഞാനും. മലബാറിൻ മൊഴി കൊണ്ട് മനം കവരും മലരേ, മണിമാറിൽ മാമ്പുള്ളി ചുണങ്ങുള്ള പൊൻ അഴകേ. ഷോർട്ട് ഫിലിമിന്റെ സമയമായപ്പോഴത്തേക്ക് പിന്നെ ചെറിയ എനിക്ക് നേരത്തെ ഇച്ചിരി നാടകത്തിലൊക്കെ ആയിട്ട് എഴുതാനുള്ള താല്പര്യമുണ്ട്. ഷോർട്ട് ഫിലിമിലോട്ട് വന്നു. ഷോർട്ട് ഫിലിമിന് ഞാൻ ആദ്യം പിന്നെ എടുക്കുന്നത് ദക്ഷിണ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ് എടുക്കുന്നത്. അത് എൻ്റെ വളരെ ഒരു 10 വർഷം മുമ്പോടെ ഒരു മോഹമാണ്. ദക്ഷിണാമൂർത്തി, ദേവരാജൻ മാസ്റ്റർ, ബാബുക്ക, രാഘവ മാസ്റ്റർ ഇവരോടൊക്കെ വളരെ താല്പര്യമുണ്ട്. ഇവരുമായിട്ട് ബന്ധിക്കുന്ന എന്തൊരു കഥ ഉണ്ടാക്കി അവതരിപ്പിക്കണമെന്നായിരുന്നു വളരെ മോഹം. ഒരു മണിക്കൂറോളം ദൈർഘ്യം വരുന്ന ഒരു ടെലിഫിലിം, ലാർജ് ടെലിഫിലിം എന്ന് തന്നെ പറയാം. ചെറിയ സിനിമ തന്നെ. അത് ദക്ഷിണാമൂർത്തി, ദേവരാജൻ, ഈ രാഘവ മാസ്റ്റർ, ഈ പിന്നെ ബാബുക്ക ഇവരുടെയൊക്കെ അവരന്മാരെ കണ്ടെത്തി അവരെ കൊണ്ട് അഭിനയിച്ചു. അതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള കാര്യം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഈ ചങ്ങനാശ്ശേരി വാസിക്കുട്ടനാണ് ദക്ഷിണാമൂർത്തിയായിട്ട് അതിനകത്ത് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന് ടൈപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചു. അപ്പൊ അതേപോലെ തന്നെ ഏകദേശം രൂപത്തിൽ ആദർശത്തിൽ ദശാമൂർത്തി. പിന്നെ ദേവരാജായിട്ട് ഒരു പെരുമാള്, പിന്നെ ബാബുരാജായിട്ട് ഒരു കോഴിക്കോട്ടുകാരൻ തന്നെയായിട്ടുള്ള റഹ്മാൻ, അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ അതിനോട് ചേർന്നായിരുന്നു. പിന്നെ രാഘവ മാഷായിട്ട് അനിൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് തന്നെ. ഇങ്ങനെ അത് ദക്ഷിണ നല്ല ഇതായിരുന്നു, നല്ല വിജയമായിരുന്നു. സംഗീതം, ഇന്നത്തെ സംഗീതവും അന്നത്തെ സംഗീതവും തമ്മിലുള്ള അന്തരം, അതുപോലെ തന്നെ ഇന്ന് ഈ അടിച്ചുപൊളി പാട്ടുകളും ഉള്ളതായിട്ടുള്ള ഈ സംഗീതത്തിന്റെ ഇടയ്ക്ക് മറ്റേ സംഗീതത്തിന്റെ ഉള്ള ഇത് തിരോധാനം. പക്ഷെ തിരോധനിക്കുന്ന മറ്റേ സംഗീതവും ഉയർന്നവരാണ്. അന്നത്തെ പാട്ടുകളാണ് ഇന്നും ഫ്ലവറിലൊക്കെ പിള്ളേരും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ 10 വയസ്സും 12 വയസ്സുള്ള പാടി ഇന്ന് കണ്ടെടുക്കുന്നത്. ഇന്ന് പുതിയ പാട്ട് ആർക്കും വേണ്ടാതെ വന്നിരിക്കുന്നതാണ്. പക്ഷെ അതിനുള്ളൊരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയുള്ളൊരു ഇത് നടക്കുമ്പോഴത്തേക്ക് അതായിരുന്നു സബ്ജക്റ്റ്. പുതിയ പാട്ടുകളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാട്ട് എഴുതുന്ന നല്ല കവികളുണ്ട്, പാട്ട് ട്യൂൺ ചെയ്യുന്ന നല്ല സംഗീത സംവിധാനമുണ്ട്. എങ്കിലും ഈ പുതിയ ഈ പാട്ടുകളുടെ മെതോറിറ്റി വരുന്നതെന്ന് വെച്ചാല് ഈ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഇത് കാണുന്ന യുവാക്കളും അവർ ഈ ഇന്നത്തെ ട്രെൻഡിൽ ഓടുന്നവരാണ്. പക്ഷെ ഇന്നത്തെ ട്രെൻഡിൽ ഓടിയ പാട്ട് ഇറക്കിയാല് അത് ഒത്തിരി അത് ഇതാകത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഓർക്കസ്ട്രയുടെ ബഹളം വെച്ചുകൊണ്ടുള്ള വെസ്റ്റേൺ സ്റ്റൈലിലുള്ള പാട്ടുകളുടെ എല്ലാം അനുകരിച്ച മാതിരി ഈ ഓർക്കസ്ട്ര ബഹളം എന്ന് തന്നെ പറയാം. കവിതയൊന്നും അത്ര അല്ല. നല്ല കവികളാണെങ്കിൽ അവരും ഇവരുടെ ഈ ഇതിനനുസരിച്ചുള്ള പാട്ട് എഴുതാൻ ബാധ്യസ്ഥനാകുന്നു. അവരും ജീവിക്കട്ടെ. സംഗീത സംവിധാനം അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ട്യൂണുകളൊക്കെ ഒരുമാതിരി അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ദക്ഷിണാമൂർത്തി ചെയ്ത പോലെയോ ദേവരാജൻ ചെയ്ത പോലെയോ ഒന്നും രാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അന്നത്തെ സംഗീതം എന്ന് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നും ആ പാട്ട് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പിതാക്കന്മാരൊക്കെ പാടിയ പാട്ട് കേട്ടിട്ട് ഇപ്പൊ 1000 പാദസരങ്ങൾ കിരിങ്ങി, ഹൃദയ സരസിലെ, കായാമ്പൂ, അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ഇന്നും ഹിറ്റാ. അപ്പൊ ഈ ദേവരാജൻ മാസ്റ്ററും ഈ ദക്ഷിണാമൂർത്തിയൊക്കെ ചെയ്ത് ഈ ഹർഷഭാഷണം തൂകി, ഇപ്പൊ ജയചന്ദ്രൻ മരിച്ചുപോയി, ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ, ഇങ്ങനെയൊക്കെ എത്ര നല്ല പാട്ടുകൾ ഇതൊക്കെ ഇന്ന് ജീവനാണ്. പക്ഷെ അതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ രാഗത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാമിയും ദേവരാജൻ മാസ്റ്ററും ബാബുക്കൊക്കെ ചെയ്ത പാട്ടുകൾ. ഇപ്പൊ ബാബുക്ക പിന്നെ ചാരുകേശി ചെയ്ത ഒരു പാട്ടാണ് അകലേ നീലാകാശം. അതൊക്കെ മനുഷ്യന് എത്ര കേട്ടാലും മതി വരത്തില്ല. പക്ഷെ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ പുതിയ പാട്ട് വരുന്നത്. അന്നത്തെ പാട്ടിന്റെ നല്ല ആ സംഗീതത്തിന്റെ ചിട്ട ഉണ്ടായിരുന്നു, അതനുസരിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ സംഗീതത്തിന്റെ ആ ചിട്ടൊന്നുമില്ല. മോഹനവും ഇന്തോളവും എല്ലാം പിന്നെ ചാരുകേശിയും എല്ലാം അറിയാവുന്നവരൊക്കെ ഈ സംഗീത സംവിധാനങ്ങളിലും അവർ അതിനകത്തൊക്കെ കുറച്ച് എല്ലാം കലർത്തി ഇന്നത്തെ യുവാക്കൾക്ക്, ഇന്നത്തെ ഈ ടീനേജ് പിള്ളേർക്ക് സൂചിക്കാൻ വേണ്ടി കുറെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നു. ഇത് കുറച്ചായിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഹിറ്റായിട്ട് പറയാനായിട്ട് ഈ ഇന്നത്തെ ആൾക്കാർക്ക് പറ്റത്തില്ല. പക്ഷെ അതിനുമുമ്പുള്ള ഹിറ്റ് നിങ്ങൾ പറയും. ഒരു 10, 40, 50 വയസ്സുള്ള അന്നത്തെ പാട്ടുകൾ ഇപ്പോഴും പറയും. പക്ഷെ ഇന്നൊരു ഹിറ്റ് എന്ന് പറഞ്ഞ പാട്ടെടുക്കാനില്ല. ഇന്ന് ഇത് ഹിറ്റ് പാട്ടില്ലായിട്ടുണ്ടോ? അല്ല, അത് ഈ ചിലതൊക്കെ ഉണ്ടാകുന്നുണ്ട്. സംഗീത സംവിധാന പേര് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല, കവികളെ അറിയത്തില്ല. വയലാറും പിന്നെ യൂസഫലിയും ONV കുറുപ്പും അതുപോലെയുള്ള പിന്നെ P. ഭാസ്കരൻ മാസ്റ്ററും ശ്രീമാരൻ നമ്പിയും എഴുതിയ പാട്ടുകൾ ഇന്നും ആൾക്കാർക്ക് അത് ചുറ്റിൽ നിൽക്കുന്നത്. ആ വരികളിലും ഉണ്ടായിരുന്നു അതിനകത്ത് അന്ന് നല്ല സാഹിത്യം, നല്ല ജീവിത ഗതിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന് അതൊന്നുമില്ല. മഹിമ ഏതെങ്കിലും ചാനലിൽ ഒരു പുതിയ പാട്ട് പാടി പേരെടുത്ത ഒരു കുട്ടിയൊന്ന് കാണിച്ചത് ഇല്ല. കുട്ടികളില്ല, വലിയൊരു ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ടിന്റെ അവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിലാണ് പോകുന്നത്. കുടുംബം എന്ന് വെച്ചപ്പോൾ ഞാനും വൈകും
ആയിട്ട് ഒന്നിച്ചുള്ള ജീവിതം നടക്കുന്നത്. പക്ഷെ നമുക്ക് ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ചെറിയ കച്ചവടം ചെയ്തൊക്കെ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഒരു ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നും ഇനി എന്തെങ്കിലും ചെയ്യണമെന്നും സംഗീതമാണേലും നാടകമാണേലും പിന്നെ കഥാപ്രസംഗമാണേലും അതുപോലെ തന്നെ ടെലിവിഷൻ ആണെങ്കിലും ഇത് കലയ്ക്ക് വേണ്ടി എന്തെങ്കിലും എപ്പോഴും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. ഈയിടെ പിന്നെ വേറെ ഒരു പുതിയ മെലഡിയുടെ ചാടി ഗസല് ഈ ഹിന്ദുസ്ഥാനി പിന്നെ നമ്മുടെ വടക്കേന്ത്യൻ സ്ഥലങ്ങളിൽ മാത്രം പ്രചരിച്ചിരുന്ന ഒരു കലയാണ് ഗസൽ. അപ്പോൾ പിന്നെ ഈ മെഹദി ഹസന്, ഗുലാം അലി, അതുപോലെ നമ്മുടെ ഹരിഹരന്, ഇങ്ങനെ ഒരുപാട് ഗസൽ ഗായകന്മാർ. അപ്പൊ അവര് ഹിന്ദുസ്ഥാനിയിലാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിലാണ് അതിന്റെ വളർച്ചയും അതിന്റെ ജന്മമെല്ലാം. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷം മുമ്പ് മുംബൈ എന്നൊരു പിന്നെ എറണാകുളംകാരൻ മലയാളത്തിലോട്ട് നട്ടു പറിച്ചു, ഇങ്ങനെ മാറ്റി ഇവിടെ ഘടിപ്പിച്ചു. അത് ഇപ്പം വളരെ വലുതാണ്. 10 വർഷമായിട്ട് അദ്ദേഹം അടുത്തായിട്ട് മരിച്ചുപോയി, 5-6 വർഷം മുമ്പ് മരിച്ചുപോയി. എങ്കിലും ആ ഗസൽ ശാഖ ഇന്നിപ്പം ഇവിടെ വളർന്നു വരുന്നുണ്ട്. ആ ഗസലിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പാട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ ആ ചിട്ടവട്ടത്തിൽ അതിൻ്റെ രാഗത്തിനനുസരിച്ചുള്ള പാട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള പോലെ പാടാം, ആവർത്തനം ചെയ്യാം. സിനിമാ പാട്ട് പോലെ 4 മിനിറ്റിനകത്ത് ഒതുങ്ങി ആ ചിട്ടക്കൂട്ടിൽ ഒതുങ്ങാതെ നിന്ന് പാടാം. നല്ല നല്ല ആശയങ്ങൾ അതിനകത്ത് പ്രേമം, വിരഹം, പിന്നെ അതുപോലെ തന്നെ വിഷാദം, പിന്നെ പുകഴ്ത്തല്, ഇങ്ങനെയുള്ള ചില ഘടകങ്ങളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു കലയാണ്. അതിവിടെ വടക്കേന്ത്യ വന്നു, വടക്കേന്ത്യയിലെ ആൾക്കാരത് കൊണ്ടു. ഇപ്പം മലയാളത്തിലും പല ഗസൽ ഇടുന്നു, എങ്കിലും ഹിന്ദിയിലാണ് ഇത് കൂടുതലും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈയിടെ ഒരു പ്രോഗ്രാമിന് ഈ ഡിസംബർ 26 ചന്ദ്രകുളത്തിന് ഒരു ഗസൽ പരിപാടി ആസൂത്രണം ചെയ്തു. അതിനകത്ത് ഞങ്ങൾ വടക്കേന്ത്യയും ഉത്തരേന്ത്യയും ആൾക്കാരുടെ കുറച്ച് പാട്ടും ഞാൻ എഴുതിയ കുറച്ച് പാട്ടും എല്ലാം കൂടെ ചേർത്താണ് അത് അവതരിപ്പിച്ചത്. അടുത്ത ശ്രദ്ധ ഗസലിലോട്ടായിരിക്കും. അപ്പം ഞാൻ എഴുതിയൊരു ഗസൽ തന്നെ ഞാൻ കുറച്ച് ഗസൽ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സേ നീ പറയൂ മറക്കുവതെങ്ങിനെ ഞാൻ സഖിയേ, മനസ്സേ നീ പറയൂ മറക്കുവതെങ്ങിനെ ഞാൻ സഖിയേ. ആ മന്ദഹാസം, ആ മുഖഭാവം, ആ നീല നയനങ്ങളാലുള്ള നോട്ടം, മനസ്സേ നീ പറയൂ മറക്കുവതെങ്ങിനെ ഞാൻ സഖിയേ. അത് മോഹൻരാഗത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. അപ്പൊ ഇത് ഈ ഗസലിന്റെ പിന്നെ ഇനി ആവർത്തനത്തിലൂടെയൊക്കെ അത് കുറച്ച് പാട്ടിൽ അവതരിപ്പിക്കുന്ന ഒരു ആഗ്രഹമാണ്. ഇനി സ്വപ്നങ്ങളുണ്ടെങ്കിലും അത് പൂവണിഞ്ഞേ പറ്റൂ എന്നുള്ളൊരു പിടിവാശിയില്ല. അപ്പം പല സ്വപ്നങ്ങളും പൂവണിഞ്ഞു. പിന്നെ സിനിമ അത് ടെലിവിഷൻ ഇങ്ങനെ പിടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പൂവണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗസൽ പരിപാടി നടത്തുന്നുള്ള അത് പണ്ട് തൊട്ടേ ഉള്ള മോഹം അതും നടന്നു കഴിഞ്ഞു. പിന്നെ ആൽബങ്ങളൊക്കെ എഴുതുകയും ട്യൂൺ ചെയ്യണമെന്നുള്ള മോഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം പൂവണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു. സിനിമ ആയിരുന്നു വളരെ മോഹം. പക്ഷെ സിനിമയും ചെറിയ സിനിമ ചെയ്തു. തേരോട്ട് വന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി എനിക്ക് കമ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. കുറച്ചാളുകൂടെ ഈ സംഗീതത്തിലും ഈ നാടകത്തിലും എല്ലാം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇനി അടുത്ത കാലത്ത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ 1-2 നാടകങ്ങളൊക്കെ ചെയ്യാൻ ഓപ്പറേറ്റ് കിട്ടി. ഒന്നാണ് നമ്മൾ, മണ്ണും മനുഷ്യനും, അങ്ങനെ കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലർക്കൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയുടെ കലാപാരമ്പര്യം പറയാനേ ഉള്ളൂ. എല്ലാ നാടിനും ഒരേ പാരമ്പര്യവും അതിൻ്റെ ആയിട്ടുള്ള പൈതൃകവും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും വേറെ തന്നെയാണ്. എന്ന് വെച്ചാൽ കലാസാംസ്കാരിക രംഗത്ത് ഉയർന്ന കുറച്ച് പേര് അധിവസിക്കുന്ന ഒരു നാടായിരുന്നു ഈ ചങ്ങനാശ്ശേരി. കലയെ സംബന്ധിച്ചിടത്തോളം, സിനിമയെ സംബന്ധിച്ചിടത്തോളം, നാടകത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരിക്ക് ഏറെ പറയാനുണ്ട്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹാകവി ഉള്ളൂർ പരമേശ്വരയ്യർ ജനിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ സ്വാതിനാളിൻ്റെ അമ്മ വീട് പിന്നെ ലക്ഷ്മി കൊട്ടാരത്തിൽ വെച്ചാണ് അവർ ഈ സ്വാതിനാളിൻ്റെ. പക്ഷേ ഒരു ആൺകുട്ടി ഇല്ലാത്ത സ്വാതിനാൾ ജനിക്കുന്നതിന് മുമ്പേ അവരിവിടെ ഒരു ക്ഷേത്രം പണിത് എന്തോ നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചാണ് ഈ
സ്വാതിനാൾ എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള സംഗീതജ്ഞൻ. പക്ഷെ ഒരുപക്ഷെ അതൊന്നും ആർക്കും അറിയത്തില്ല. ഈ സ്വാതിനാൾ ചങ്ങനാശ്ശേരിക്കാരനാണ് നമ്മൾ അവകാശം, അത് ആരും അറിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജെ സി ഡാനിയലിന്റെ പിതാവ് ചങ്ങനാശ്ശേരിയിലാണ് സെറ്റിൽ ചെയ്യുന്നത്. അദ്ദേഹം ഈ പിന്നെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നതും ഈ ചങ്ങനാശ്ശേരി നമ്മുടെ CSI പള്ളിയിലാണ്. അപ്പോൾ ജെ സി ഡാനിയലിന്റെ ചങ്ങനാശ്ശേരിയായിട്ടുള്ള ബന്ധം നമുക്കെല്ലാം മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗീത ചാച്ചപ്പൻ നാടകത്തിന്റെ ഒരു ആചാര്യനാണ്, നാടകാചാര്യനായിരുന്നു. അത് ഗീത എന്ന് പറഞ്ഞത് കേരളം മൊത്തം അറിയാവുന്ന ഒരു വർക്കാണ്. അതിന്റെ ഗീതായി വന്നിട്ട് പോകാത്ത കലാകാരന്മാരില്ല. നമ്മുടെ തിലകനാണെങ്കിലും അതുപോലെ തന്നെ പല പല നാടകന്മാരെല്ലാം ഈ ഗീതായിക്കൂടെ വളർന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ചങ്ങനാശ്ശേരി നടരാജൻ അതുപോലെ അഭിനയ കുലപതിയാണ്. ഇവർക്കെല്ലാം ജന്മം കൊടുത്ത നാടാണ്. പിന്നെ പറയാനുള്ളത് വിട്ടുപോയിട്ടല്ല LPR എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ. എത്ര പാട്ടുകൾ, പണ്ടത്തെ പാട്ടുകൾ ഹിറ്റുണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം നമ്മുടെ ഈ ഇവരെ പോലെ തന്നെ തുല്യരായി. ഈ പിന്നെ ദേവരാജനും ദശാമൂർത്തിയും ഈ ബാബുരാജനും ഒക്കെ പോലെ അതേപോലെ അതേ രൂപത്തിലിരിക്കുന്ന പുള്ളിയാണ്, അതേ സ്ഥാനത്തിരിക്കേണ്ട പുള്ളിയാണ്. പിന്നെ അദ്ദേഹം സിനിമയിൽ നിന്ന് ഒരുപാട് ഇറങ്ങി വന്ന് കച്ചേരിയുമായിട്ട് നടന്നു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും മൂന്നാത്ത ഒരു മലയാളിയില്ല. അദ്ദേഹത്തിന് ജന്മം കൊടുത്ത നാടും ഈ ചങ്ങനാശ്ശേരിയാണ്. അതുകൊണ്ട് ഇത്രയും പാരമ്പര്യമുള്ള ഈ ചങ്ങനാശ്ശേരിയിൽ ജനിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയത് വളരെ ഒരു ഭാഗ്യമാണ്.